പ്രിയമുള്ള കലാസ്നേഹികളെ, ശ്രീ കേരളവർമ്മ ഒമാൻ്റെ 5ാമത് നാടകമായ പ്രണയാമൃതത്തിലേക്ക് എല്ലാ സഹൃദയർക്കും സുസ്വാഗതം. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിച്ച നാടകങ്ങൾക്ക് നിങ്ങൾ നൽകിയ അകമഴിഞ്ഞ പ്രോത്സാഹനത്തിന് ഞങ്ങളെന്നും കൃതാർത്ഥരാണ്. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാടകം അവതരിപ്പിക്കാൻ വീണ്ടും ഉദ്യമിക്കുന്നത് നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ്. കേരളവർമ്മയുടെ ചരിത്രത്തിൻ്റെ നേരായ ആവിഷ്കാരം മാത്രമാണ് ഈ നാടകം. ചരിത്രത്തോട് നീതി പുലർത്താൻ ഞങ്ങൾ ആവതും ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് പോരായ്മകൾ തോന്നുകയാണെങ്കിൽ സദയം ക്ഷമിക്കുമല്ലോ. പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്നു നടന്ന കലാലയ നിമിഷങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ കൃതാർത്ഥരായി. നാടകത്തെയും അണിയറ പ്രവർത്തകരെയും കുറിച്ച് 2 വാക്ക്. ആശയം മിനി, പ്രസീത, സുദർശൻ. നാടകരചന പ്രസീത, സുദർശൻ. കൂടാതെ അഭിനയിച്ച എല്ലാവരും അവരവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സംവിധാനം ഗിരീഷ് മാഷ്. സഹസംവിധാനം മിനി, പ്രസീത. ശബ്ദമിശ്രണം ഒമാനിൽ നിന്നും പഞ്ചമി ആൻഡ് ഗിരീഷ് മാഷ്. തൃശ്ശൂരിൽ നിന്നും വിനോദ്. രംഗത്തുള്ളവർ നാടകത്തിൻ്റെ അവസാനം വന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതായിരിക്കും. സഹൃദയരെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും. അതിനു മുൻപായി എല്ലാ വെളിച്ചവും അണച്ചു തരികയും നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലന്റ് മോഡാക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നാടകത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്ന ഐക്യ കേരളം തമ്പുരാന്റെ പാതാരവിന്ദങ്ങളിൽ സാദരം പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. വീരശൂര പ്രജാപതി, ജനതൽപരൻ, നീതിമാൻ, സന്തോഷവർദ്ധനൻ, ഐക്യ കേരള തമ്പുരാൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എഴുന്നള്ളുന്നേ. എന്താണ് വ്യാകുലചിത്തനായിരിക്കുന്നത്? അശുഭകരമായ എന്തെങ്കിലും? അങ്ങയുടെ സൽപ്പേരിന് കളങ്കം വരുത്തും വിധം അങ്ങ് സ്ഥാപിച്ച കലാലയത്തിലെ വിദ്യാർത്ഥികൾ അശുഭകരമായ പ്രവർത്തികൾ ചെയ്തു പോരുന്നു പ്രഭു. വളച്ചുകിട്ടില്ലാതെ കാര്യം പറയൂ പ്രഭു. പ്രണയം, പ്രേമം എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിന് ഉത്തമമല്ലാത്ത തരത്തിൽ അഴിഞ്ഞാടുന്നു. അത് തികച്ചും അങ്ങയുടെ സൽപ്പേരിന് അഭികാമ്യമല്ല. അസംഭവ്യം. മഹാരാജൻ ദൂതനെ വിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. കേൾക്കുന്നതെല്ലാം സത്യമാണെന്നാണ് ദൂതൻ മടക്ക സന്ദേശം നൽകിയത്. അങ്ങയുടെ നേരിട്ടുള്ള ഇടപെടലിന് സമയം ആസന്നമായിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ കലാലയത്തിന്റെ അന്തസ്സ് എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടേ ഉള്ളൂ. എൺപതുകളിലും 90കളിലും പ്രണയങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പ്രണയത്തിനെക്കാലവും ഒരേ വികാരമല്ലേ?
പ്രണയം നിർവചനങ്ങൾക്ക് അതീതമാണത്. ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരുണ്ടോ? പ്രണയവും ജീവിതവും പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നു. അതിരുകളില്ലാത്ത ആകാശമാണ് പ്രണയമെങ്കിൽ യാഥാർത്ഥ്യങ്ങളുടെ വേലിക്കെട്ടുകളാണ് ജീവിതം. എന്റെ പ്രണയമാണ് ഏറ്റവും പരിപാവനം എന്ന് പ്രണയത്താൽ ആർദ്രമായ ഓരോ ഹൃദയവും അതിൻ്റെ മിടിപ്പ് കൊണ്ട് രേഖപ്പെടുത്തി വയ്ക്കുന്നു. ചിലരുടെ പ്രണയം നമ്മുടെ ഹൃദയത്തെ തൊടും. ചിലരത് പറയാതെ പറയും, ചിലരോ പറയുകയേയില്ല. പ്രണയത്തിൽ മറവിയില്ലാത്തതിനാൽ ഓർമ്മച്ചില്ലകളിൽ കൂടൊരുക്കി ജീവിച്ചു തീർക്കുന്നു മറ്റു ചിലർ. എക്കാലവും പ്രണയം തിരഞ്ഞു നടക്കുന്നവരുണ്ട്. പ്രണയം അനന്തമാണ്. അതാ വരുന്നുണ്ട്, കൃത്യസമയത്താണല്ലോ. നളതമയന്തേ കഥയിലെ അരയെന്നും പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളെ മലമിഴിയാളെ. രാധേ, രാധേ, ഇന്ന് ഫസ്റ്റ് അവർ ആരുടെ ക്ലാസ്സാണ്? ചന്ദ്രിക ടീച്ചറുടെ ക്ലാസ് അല്ലേ? പ്രിയയ്ക്ക് ധാവണി നന്നായി ചേരുന്നുണ്ട്. എന്നിട്ടെന്ത് പ്രയോജനം? ഇതൊന്ന് കാണാൻ ഒറ്റ വായ നോക്കികളെയും കാണുന്നില്ലല്ലോ. ഹോ, ഈ കുട്ടിയുടെ ഒരു കാര്യം. ഡീ, അങ്ങോട്ട് നോക്ക്, അവിടെ നിൽക്കുന്നു ആ ഗോപി. രാധേ, എന്താ? രാധേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. അത് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അയ്യോ, എന്താ ഇത്? ആരെങ്കിലും കാണും. ഇത് വാങ്ങൂ രാധേ, എൻ്റെ ഹൃദയമാണിതിൽ. പെണ്ണിന്റെ ചെഞ്ചുണ്ടി പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. പ്രിയപ്പെട്ട രാധേ, കുറേ ദിവസത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ഈ കത്തെഴുതാമെന്ന് തീരുമാനിച്ചത്. എൻ്റെ ഉള്ളിലെ ഇഷ്ടത്തിൻ്റെ മണിച്ചിപ്പ് നിന്റെ മുന്നിൽ തുറന്നു വയ്ക്കാൻ ഞാൻ മറ്റൊരു വഴിയും കാണുന്നില്ല. കോളേജിൽ വെച്ച് നിന്നെ ആദ്യമായി കണ്ട നിമിഷം മുതൽ നീ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചതാണ്. എത്രയോ ദിവസങ്ങൾ നിന്നെ കാണാനായി ഞാൻ ഇടവഴിയിൽ കാത്തുനിന്നെന്നോ. എനിക്ക് നിന്നെ അത്രമേൽ ഇഷ്ടമാണ്. മറുപടിക്കായി കാത്തിരിക്കുന്നു എന്ന് സ്വന്തം ഗോപി. രാധേ, മറുപടി ഒന്നും പറഞ്ഞില്ല. മൗനം സമ്മതമാണല്ലേ? നമ്മളല്ലാതെ മറ്റാര് സഖാക്കളെ ഇമ്മണ്ണിനായി ചോര ചിന്തിയിടാൻ. അണിവെച്ച ധീശത്വം ഇവിടെ എത്തും നേരം അണിയത്ത് നാം തന്നെ വേണം. സമരത്തിനമരത്ത് നാം തന്നെ വേണം. എന്താണ് നീ
നിയുക്ത ചെയർമാൻ, എങ്ങനെയുണ്ട് ഇലക്ഷൻ വർക്കൊക്കെ? ജയിക്കുമല്ലോ അല്ലേ? പ്രതീക്ഷയുണ്ട്, ജയിക്കും. ഏയ്, വെറും ജയല്ലടോ. വിദ്യാർത്ഥികളുടെ പ്രശ്നപരിഹാരത്തിന് ഓടി നടക്കുന്ന ആളല്ലേ. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഇൻ അഡ്വാൻസ്. നമ്മളൊന്ന് ശരിക്കും സംസാരിച്ചിട്ട് തന്നെ എത്ര നാളായല്ലേ? ഇലക്ഷന്റെ തിരക്കിൽ പെട്ടുപോയിടോ. മനുഷ്യൻ തല പുകഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരാളുടെ സിഗരറ്റ്. എന്താണോ ഇത്ര ടെൻഷൻ? ഇന്നലെ അമ്മ വന്നിരുന്നു. അമ്മ വന്നിരുന്നോ? അതിനെന്താ? വെറുതെ വന്നതല്ല, ഒരു വിവാഹാലോചനയായിട്ട് വന്നതാ. പേര് സുജേഷ്, ഗൾഫാത്രേ. നമ്മുടെ കാര്യം തനിക്ക് പറയായിരുന്നില്ലേ? അമ്മയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പഞ്ചത്തിൽ അച്ഛനോട് അവതരിപ്പിക്കാന്ന് അമ്മ സമ്മതിച്ചിട്ടുമുണ്ട്. അച്ഛനറിയുമ്പോ അതാ ടെൻഷൻ. അത്രയ്ക്കൊന്നും ടെൻഷൻ അടിക്കലോ. പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ലല്ലോ തന്റെ ഒപ്പം നടന്നു തുടങ്ങിയത്. നമ്മുടെ വിവാഹം എങ്ങനെയായിരിക്കണം എന്നാണ് സഖാവിന്? എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവ. താനൊന്ന് നിന്ന്. തനിക്ക് സീരിയസിനെ കാണുമ്പോ ഒരു മൈൻഡ് ഇല്ലല്ലോ. അങ്ങനൊന്നുമില്ല. താൻ നന്നായി പാടുന്നു കേട്ടല്ലോ. ചെറുതായിട്ടൊക്കെ. ഈ കോളേജിലേക്ക് താൻ എന്റെ കൂടെ പാടണം. അതൊന്നും പറ്റില്ല. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. താൻ എന്റെ കൂടെ പാടണം. പറ്റില്ല എന്ന് എത്ര വട്ടം പറയണം? എത്ര വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല. പാടാതെ ഞാൻ വിടില്ല. ഇതൊരു ശല്യായല്ലോ. തനിക്കെന്തത്ര വാശി? എന്റെ കൂടെ പാടാനല്ലേ വിളിക്കണേ? എനിക്ക് പറ്റില്ല. ഇയാൾ വേറെ ആളെ നോക്കിക്കോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് നല്ല അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, ഗാനം മൂളാനീണം നൽകി, ഈണം തേടും നീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാനാടി പാടൂ നാട്ടുമയിലേ, കൂടെ ആടൂ ചോലമയിലേ, ഒന്ന് പാടൂ നാട്ടുമയിലേ.
പ്രിയേ, ഒന്ന് നിന്നേ. നീ വല്ലതും അറിഞ്ഞോ? ആ റിജോഷ് ആതിരയായിട്ട് കണക്ഷനായെന്ന് പറയണ്ടല്ലോ. ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എനിക്ക് അവളെ സെറ്റാക്കി തരാന്ന് വാക്ക് തന്നതല്ലേ? നീ ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ പൊളിച്ചു തരാം. ഇതിപ്പോ എന്റെയും കൂടെ ആവശ്യമാണ്. വാക്കാണല്ലോ. ഞാൻ കുറേ അവളെ പുറകെ നടക്കുന്നു. അത് ഞാൻ ഏറ്റു. എന്നാ ശരിട്ടാ, പിന്നെ കാണാം. എന്താണ് കുറച്ച് ദിവസമായി നിനക്കൊരു മാറ്റം? നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ നിന്നോട് പറയണം വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് പിന്നെ ഞാനൊരാളായിട്ട് ഇഷ്ടത്തിലാണ്. എപ്പോ? എന്ന് മുതല്? ആരാള്? നിനക്ക് അവനെ ചിലപ്പോ അറിയാൻ സാധ്യതയുണ്ട്. അവൻ എനിക്ക് ഓർക്കുട്ടിൽ റിക്വസ്റ്റ് അയച്ചതാ. പിന്നെ ഞങ്ങൾ ചാറ്റിംഗ് ആയി, സ്നേഹമായി മാറി. ആരാള്? നമ്മുടെ ക്ലാസ്സിലുള്ളവരാണോ? നമ്മുടെ ക്ലാസ്സിലല്ല, നമ്മുടെ കോളേജിലുള്ളതാടി. രജോഷ് എന്നാ പേര്. ഏത്? BA ഇംഗ്ലീഷിലെ രജോഷോ? അവനെയാണോ നീ പറയുന്നേ? അപ്പൊ നിനക്ക് ആളെ അറിയാലേ? പിന്നെ അവനെ അറിയാത്ത ആരെങ്കിലും ഈ കോളേജിലുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അവൻ ഈ കോളേജിൽ അപ്ലിക്കേഷൻ കൊടുക്കാത്ത ഒറ്റ പെൺകുട്ടിയില്ല. നീ ചുമ്മാ എന്നെ വട്ടാക്കല്ലേ പ്രിയേ? എടി, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. അവൻ ഈ കോളേജിലെ തന്നെ ആസ്ഥാനം കോഴിയാണ്. നീ പറയുന്നതെല്ലാം സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി നിനക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ നീ നമ്മുടെ ഹോസ്റ്റലിൽ ശ്വേതയോട് ചോദിക്കും. ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ. എന്തായാലും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നീ ഇത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. എല്ലാം ഇപ്പൊ പറഞ്ഞത് നന്നായി. ഇപ്പൊ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയെന്നടി. ദീദി, അവിടെ നിൽപ്പുണ്ട് എല്ലാവരും. അവനുണ്ട്. നീ പോയി സംസാരിക്കേ. ശരിടി, ഞാൻ ഇന്ന് തന്നെ അവനെ കണ്ട് ഒരു തീരുമാനമാക്കും. ഹലോ, എന്തുണ്ട് വിശേഷം? പിന്നെ നല്ല വിശേഷങ്ങളാണല്ലോ. നീ എന്താ ഭയങ്കര ചൂടിലാണല്ലോ? ഞാൻ അറിഞ്ഞോ, നിനക്ക് കോളേജിൽ നല്ല പേരാണല്ലോ. എന്ത് പേര്? നീ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ തനി നിറം എനിക്ക് ഇപ്പോഴാ മനസ്സിലായ. നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. നിനക്കിനി ആപ്ലിക്കേഷൻ കൊടുക്കാൻ കോളേജിലാരാ ബാക്കിയുള്ളത്? എടി, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ നിനക്കൊരു ഗിഫ്റ്റും കൊണ്ട് വന്നതാ. നിന്റെ കോപ്പിലെ ഒരു ഗിഫ്റ്റ്. ഒറ്റ അക്ഷരം മിണ്ടിപ്പോകരുത്. ഇതോടെ നിർത്തിക്കോ. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ആതിര, നിക്ക്, ഞാൻ കൂടിയുണ്ട് ബസ് സ്റ്റോപ്പ് വരെ. പോടവായി നോക്കി. എന്തു പറ്റി? എന്താ ആതിരയായിട്ടൊരു പ്രശ്നം? അറിയില്ല പ്രിയ, അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആരോ എന്തോ പറഞ്ഞു വെച്ച് ഉൾക്കലിപ്പാണ്. അല്ലെങ്കിൽ അവൾ ആൾ ശരിയല്ല. ഏയ്,
അങ്ങനെയൊന്നുമല്ല, പാവമാണ്. നീ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ സെറ്റാകില്ല. എന്നാലും ഒരു വിഷമം. അല്ല, നിനക്ക് അവള് തന്നെ വേണമെന്ന് ഉണ്ടോ? എന്നാ വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാം. ഹായ് മഹി, ഇന്നലെ നിന്നെ ഫെസ്റ്റിന്റെ ഗൂഗിൾ മീറ്റിൽ കണ്ടില്ലല്ലോ. അത് ഞാൻ ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു. അതവിടെ നിൽക്കട്ടെ, നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു? ഇല്ല. എത്ര ദിവസമായി ആ കൺസൾട്ടൻസിക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു. ഇനി നിന്റെ ഡീറ്റെയിൽസും കൂടെ കിട്ടിയാലേ നമ്മുടെ UK വിസ പ്രോസസ് ചെയ്യാൻ പറ്റൂ. എടാ, അത് പിന്നെ ഞാനത് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇതെന്താ ഇപ്പൊ ഇത്ര ഡിസൈഡ് ചെയ്യാൻ? നീ നമ്മുടെ റിലേഷൻഷിപ്പിൽ സീരിയസ് അല്ലേ? സീരിയസ് അല്ലേന്ന് ചോദിച്ചാ ആക്ച്വലി ഐ എം നോട്ട് ഷുവർ. ഇതേതീജാർത്തുണ്ട്. ഏയ്, ഹീസ് മൈ ബെസ്റ്റി. ഹായ് സുധി. ഹായ്. Dude, what's up? All good. Mahi, meet my bestie. ബെസ്റ്റി? Who is this Alavladi? ഇവനോ? മഹി, എന്റെ ഇപ്പത്തെ ബോയ് ഫ്രണ്ടാ. ഓഹോ. ബട്ട് യു നോ, എന്തോ എനിക്ക് ആ പഴയ വൈബ് കിട്ടുന്നില്ല. Then just break up. യെസ്, നീ പറഞ്ഞതാ ശരി. ഇപ്പൊ തന്നെ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് അങ്ങോട്ട് മാറ്റാം. സിംഗിളാ? എടാ CBSE, നീ അവളെയും കൊണ്ട് പോയാ? അവൾ ഇവളത് സ്റ്റൈല സന്തന വേല ഇവൾ മന്മത പുയല അടടാ പൂവിൻ മാനാടാ അഴകത്ത് ഇവൾ താൻ തായ്നാടാ. നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്നിനെ സെറ്റാക്കി കൊണ്ടുവരുമ്പോഴേക്കും ഓരോ ഫ്രീക്കന്മാരും നയിഞ്ഞു കൊണ്ടുപോകും. എന്താ ചെയ്യാ? ഹലോ മഹിമോനെ. അമ്മ, നീ ഹാപ്പിയാണോ? ഹാപ്പി, ഡബിൾ ഹാപ്പി. അത് മതി. എന്നാ അമ്മ വയ്ക്കുകയാണേ. ശ്രീജി അല്ലത്? ശ്രീ, നീ ഫ്രീ ആണോ? കണ്ടില്ലേ മന്ത്രി, കേട്ടില്ലേ മഹാഗുരു? നമ്മുടെ കേരളോർമ്മ കലാലയം അങ്ങനെയാണ് എക്കാലത്തും.
കലയും സംസ്കാരവും അന്തസ്സും പ്രണയവും തലമുറകളായി കാത്തുസൂക്ഷിക്കുന്നു. നമ്മുടെ ഭാവി തലമുറയെക്കുറിച്ച് ഒട്ടും ആശങ്ക വേണ്ട. ക്ഷമിക്കൂ പ്രഭു, ഒരു നിമിഷത്തേക്ക് ആ കിംവദന്തി ഞാനും വിശ്വസിച്ചു. പ്രണയത്തെ പ്രണയമായി മാത്രം കണ്ടാൽ മതി. എല്ലാ പ്രണയത്തിലും പൂർണ്ണതയുണ്ട്. പിന്നെയുള്ളതെല്ലാം ഓരോരോ വ്യക്തികളുടെ വീക്ഷണമാണ്. വാസ്തവം തന്നെ രാജഗുരു. കാലം എത്ര മാറിയാലും ലോകത്തിൻ്റെ ഏത് കോണിലെത്തിയാലും അങ്ങയുടെ കലാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയവർ ഒരുമിച്ചിരിക്കും. അവരുടെ ഹൃദയത്തിൽ ഒരേ വികാരമാണ്. അതാണ് കേരളവർമ്മ. ലോകമേ കൺതുറന്നു കാണുക, ഭൂമിയിലെ സ്വർഗം ഇതാ.